ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിയുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവ് ആസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് കാസർഗോഡ് സ്പെഷ്യാലിറ്റീസ്, കാസർഗോഡിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. കേരളത്തിലെ ഒരു മുനിസിപ്പാലിറ്റിയും അതോടൊപ്പം കാസർഗോഡ് ജില്ലയുടെ ഭരണ ആസ്ഥാനവും ജില്ലാ ആസ്ഥാനവുമാണ് ഈ കാസർഗോഡ് പട്ടണം എന്ന് പറയുന്നത്. ഈ നഗരത്തിൻ്റെ ടോട്ടൽ വിസ്തീർണം എന്ന് പറയുന്നത്, ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 16.7 കിലോമീറ്റർ സ്ക്വയറാണ്. അതോടൊപ്പം ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 54,172 ഈ നഗരത്തിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. കാസർഗോഡ് മംഗലാപുരത്ത് നിന്നും 50 കിലോമീറ്ററും കണ്ണൂരിൽ നിന്നും 90 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. കാസർഗോഡിന് ഈ പേര് ലഭിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ണിരം മരങ്ങളുടെ നാട് എന്ന പേരിൽ നിന്നുമാണ് ഇത് കാസർഗോഡ് എന്ന പേരിലേക്ക് ഇത് ഉത്ഭവിക്കുന്നത്. 16-ാം നൂറ്റാണ്ട് വരെ ഇതിൻ്റെ പേര് കാൻഹിറഹോഡ് എന്നായിരുന്നു കാസർഗോഡിൻ്റെ പേര്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ലയാണ് കാസർഗോഡ്. 12 നദികളാണ് ഇതുവഴി ഒഴുകുന്നത് കാസർഗോഡിൽ. അതിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് ചന്ദ്രഗിരിയാണ്. അതോടൊപ്പം കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട കാസർഗോഡിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, ബേക്കൽ കോട്ട. അതോടൊപ്പം കാവേരി നദി ഉത്ഭവിക്കുന്ന തലവരക്കാട്ട്, അതും കാസർഗോഡ് കർണാടക ബോർഡറിലാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. അങ്ങനെ നിരവധി പ്രത്യേകതകളുള്ളൊരു ജില്ലയാണ് കാസർഗോഡ് എന്ന് പറയുന്നത്. 1966 കാസർഗോഡ് രൂപീകരിക്കുന്നത് തന്നെ. കാസർഗോഡിൻ്റെ ചരിത്രം നോക്കുമ്പോൾ പണ്ട് കാലത്ത് ഇത് ഏഴിമല രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ഏഴിമല എന്നത് കണ്ണൂർ രാജവംശം, അതായത് കണ്ണൂരിലുണ്ടായിരുന്ന രാജവംശമായിരുന്നു ഏഴിമല. അപ്പോൾ ഏഴിമല നാടിൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ഇത്. പിന്നീട് പൂഴി നാടിൻ്റെ ഭാഗമായി. പിന്നീട് 14-ാം നൂറ്റാണ്ടിലെ മൂഷക രാജ്യം, അതായത് കോലത്ത് തിരുനാടിൻ്റെ ഭാഗമായി 14-ാം നൂറ്റാണ്ടിൽ. 16-ാം നൂറ്റാണ്ടിൽ ഇത് കുമ്പള രാജവംശത്തിൻ്റെ ഭാഗമാകുന്നു. പിന്നീട് 18-ാം നൂറ്റാണ്ടിന് ശേഷം ഇത് ബ്രിട്ടീഷുകാർ കൈയടക്കുകയാണ്. അങ്ങനെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത് മദ്രാസ് സംസ്ഥാനത്തിൻ്റെ കീഴിലായിരുന്നു. പിന്നീട് 1966 കേരള സംസ്ഥാനം രൂപീകരിക്കുന്ന 1956 അതിനുശേഷം 1966 ഇത് കേരളത്തിനോട് ചേർത്തൊരു ജില്ലയായിട്ട് രൂപീകരിക്കുന്ന 1966 കാസർഗോഡ് ജില്ലയായിട്ട് രൂപീകരിച്ചത്. പണ്ട് 16-ാം നൂറ്റാണ്ടിൽ ഇതിന് കാൻഹിറഹോഡ് എന്ന പേരിലായിരുന്നു ഈ കാസർഗോഡ് അറിയപ്പെട്ടിരുന്നത്. കണ്ണൂരിൽ നിന്നും ഏകദേശം 90 കിലോമീറ്ററും മംഗലാപുരത്തു നിന്നും ഏകദേശം 50 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. പശ്ചിമഘട്ട മലനിരകളുടെ വൈവിധ്യങ്ങളാൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ്. അത്ര മനോഹരമായ ടൂറിസ്റ്റുകളെയൊക്കെ ആകർഷിക്കുന്ന നിരവധി സ്ഥലങ്ങൾ കാസർഗോഡുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.